ഇന്റർവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന വ്യക്തി പലർക്കും പല പാട്ടുകൾ പറയുമ്പോൾ മനസ്സിലാകുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ തൃശ്ശൂരുകാർക്ക് തെച്ചിക്കോട്ട് രാമചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ 100 നാവാണ്. ഗജരാജാവ്. ആ ആനയെക്കുറിച്ച് ഒരു വഞ്ചിപ്പാട്ട് എഴുതി തിരുവാതിരക്കളി സമർപ്പിച്ച പ്രമുഖ വ്യക്തി. കൂടാതെ സോപാന സംഗീതത്തിൽ, അതുപോലെ ഭജനയിൽ, ഏതൊരു സ്റ്റേജിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പാട്ടുണ്ട്, ചെമ്പട്ടുടുത്ത് കെട്ടി. ഇത്രയും മനോഹരമായ ഗാനങ്ങൾ നമുക്ക് വേണ്ടി സമർപ്പിച്ച മഹൽ വ്യക്തിയായ ശ്രീ പാലേലി മോഹൻ എന്ന അദ്ദേഹത്തെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമസ്കാരം. താങ്കളുടെ പാട്ടുകളൊക്കെ ഞാൻ ധാരാളം കേട്ട് പലർക്കും ഭയങ്കര ഒരു അത്ഭുതമാണ്. പ്രാസം ഒപ്പിച്ചിട്ട് എഴുതുന്നത്, കറക്റ്റ് ആ അക്ഷരങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട്. ആ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഒക്കെ ആദ്യാക്ഷരപ്രാസാണ് എല്ലാറ്റിലും. ആ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കുറിച്ചൊക്കെ ആ തിളങ്ങുന്ന തിങ്കൾ, ആ കറക്റ്റ് ആ ഒരു ഇതിലൊക്കെ വരുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒന്ന് എഴുതാൻ പറ്റണത്? അത് ഉപാസനയുടെ ബലം, പിന്നെ അമ്മാവന്മാരൊക്കെ എഴുത്തുകാരൊക്കെ ആയിരുന്നു. അവരുടെയൊക്കെ ഒരു അനുഗ്രഹം, ഒരു ഞരപ്പിലൂടെ ഇങ്ങനെ ആ രക്തം ഒഴുകുമല്ലോ, അതൊക്കെ തന്നെയാവാം. ദേവിയുടെ അനുഗ്രഹം. തീർച്ചയായിട്ടും. ആ ചെമ്പട്ടെടുത്ത് കെട്ടിയൊക്കെ വളരെ മനോഹരമായിട്ട്. പതിയെ നീയുറഞ്ഞാടി ഒരിന്റെ ഭാവമാർന്നു പള്ളിവാൾക്കരത്തിലും പൂമാല കഴുത്തിലും പട്ടുഞോറിഞ്ഞുടുത്തു പാട്ടുപുരയിൽ വാഴും പാർവണവദനേ പരീടത്തിന്റെ മൂർത്തേ ചമ്പട്ടുടുത്തു കെട്ടി ചിത്രചീലമ്പണിഞ്ഞു ചന്തമോടനുടെ ചാരവേ വന്നിടേണം ചഞ്ചല മാനസത്തിൽ ചിന്തകൾ വളർത്താതെ ചിത്തേ നീ വന്നണയൂ ചന്ദ്രസമാനമുഖി. ഇപ്പൊ അടുത്ത് നന്ദഗോവിന്ദ ഭജൻസ് ഒക്കെ ഇപ്പൊ ധാരാളം കയ്യിലേറ്റി നടക്കുന്നുണ്ട്. അവിടെ ഒരു സ്വീകരണമൊക്കെ കിട്ടി തോന്നുന്നു അല്ലെ അവരുടെ ഇടയില്? അടുത്ത വേദിയുണ്ട്. അപ്പൊ എല്ലാവർക്കും അതൊന്ന് അറിയിപ്പിക്കാനുള്ളൊരു അവസരം കൂടിയായി. എന്തൊരു വിഷയം കിട്ടിയാലും ആ വിഷയത്തിനെ കുറിച്ച് ഒരു 10-15 മിനിറ്റിന്റെ ഉള്ളിൽ എഴുതാൻ പറ്റുന്നുണ്ട്. അതും ആദ്യാക്ഷരപ്രാസം വെച്ചിട്ട് തന്നെ അല്ലേ? അത് വളരെ അത്ഭുതമാണ് അതങ്ങനെ ചെയ്യണത്. ആരെങ്കിലും അങ്ങനെ വന്നിട്ട് സമീപിക്കാറുണ്ടോ? അങ്ങനെ ഉണ്ട്. ഞാൻ എഴുതുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറ്. എന്റെ ഏറ്റവും ആദ്യം ഇങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോ റെക്കോർഡിംഗ് ഒക്കെ ഇപ്പൊ അനിയൻ പറഞ്ഞു, അനിയറ മധു നാടകത്തിലൊക്കെ ആയിരുന്നു, അഭിനേതാവായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രാസം വേണ്ടോ, എന്നാലേ അതിനൊക്കെ ഒരു ഭംഗി വരില്ലൂ എന്ന് പറഞ്ഞു. പിന്നെ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. എഴുതി സാധകം ചെയ്യാം. ഇപ്പൊ ദിവസേന എഴുതാറുണ്ട്? മിക്കവാറും എഴുതാറുണ്ട്. അത് കാണുമ്പോ കറക്റ്റ് എല്ലാം ഇപ്പൊ പ്രാസം വെച്ചിട്ട് തന്നെയാണ് എഴുതുന്നത്. അത് വളരെ ഒരു അത്ഭുതമാണ്. കാരണം ഒരാളെ ഐഡന്റിഫൈ ചെയ്യണത് ആ പാട്ടിന്റെ ഒരു ഇതാണല്ലോ. വളരെ ആ ഒരു തെച്ചിക്കോട്ടാണെങ്കിലും അതേപോലെ ചെമ്പട്ടാണെങ്കിലും അതേപോലെ ഞാനൊരു ഇത് മാറ്റർ തന്നിട്ടുണ്ടായിരുന്നു, ചുടുവാലത്തൂരപ്പനെ കുറിച്ച് പറഞ്ഞിട്ട്. അതും വളരെ ഭംഗിയായിട്ട് തന്നെ ആ അക്ഷരം വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി. അതെ അതെ, അതും വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഷ എന്നുള്ള അക്ഷരം വെച്ചിട്ടെല്ലാം നന്നായിട്ട് എഴുതി തന്നു. അതെ, എന്നാലും അത് കിട്ടിയില്ല. അതേപോലെ ഷാന്ന് വെച്ചിട്ടാണെങ്കിലും വളരെ ശക്തമായിട്ട് അത് എഴുതാൻ പറ്റി. സ്കിറ്റ് ഒക്കെ ചെയ്യണില്ലേ യൂട്യൂബില്, അഭിനയിക്കാനും കൂടി നല്ലൊരു കഴിവുണ്ടെന്ന് അവിടെ തെളിയിച്ചു കഴിഞ്ഞു. അനിയനൊക്കെ ഈ അഭിനയക്കാരും കൂടിയാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. എഴുത്ത് തുടങ്ങിയത് എപ്പോഴാ? എഴുത്ത് തുടങ്ങിയതേ ഞാൻ ആദ്യം നമ്മുടെ പ്രസ് ക്ലബിന്റെ
ഞാൻ പത്രപ്രവർത്തനായിരുന്നു, ജന്മഭൂമി പത്രത്തിലെ. ജന്മഭൂമിയുടെ. അപ്പൊ ഈ പ്രസ് ക്ലബിന്റെ വാർഷികം, പ്രസ് ക്ലബിന്റെ അത് ജനുവരി 26 അന്ന് മിക്കവാറും എല്ലാ പത്രങ്ങൾക്ക് അവധിയാവും. അപ്പൊ എല്ലാവരും കൂടി അവിടെ കൂടും. അപ്പോൾ എന്ന് പറഞ്ഞു ലളിതഗാന മത്സരം കിട്ടുന്നു പറഞ്ഞു. ലളിതഗാനം എന്ന് പറഞ്ഞു നമുക്ക് യേശുദാസ് പാടിയ ലളിതഗാനം നമ്മൾ പാടി നമ്മൾ കേൾക്കൂല. അപ്പോൾ ഞാൻ തന്നെ സ്വന്തമായിട്ടൊരു പാട്ട് എഴുതി ഒരു ട്യൂണൊക്കെ ഉണ്ടാക്കി. കമലദളം വിരിയുന്ന രാവിൽ കഥകളി മുദ്രകൾ കണ്ടു, രാവൊഴിയോളം കണ്ടു ഞാൻ ആതിരരാവിൻ നിറവിൽ. ഇത് ഒരു രാഗണ്ടാക്കി ഇങ്ങനെ ചുമ്മാ പാടിയത്. അങ്ങനെയാണ് ഇത് തുടക്കമുണ്ടായത്. പിന്നെ ഞങ്ങളുടെ ഭഗവതി, എടനാട് ഭഗവതി, ദുർഗ ഭഗവതിയെ പറ്റി അന്നൊക്കെ ഈ പഴയ കാലത്തൊക്കെ ഈ സോപാന സംഗീതമൊക്കെ പാടാൻ വയസ്സായ മാരമ്പന്മാരുണ്ടായിരുന്നു. അവരുടെ ആ ഒരു മാരാർ സംഗീതം എന്ന് പറയുന്ന സംഭവമാണ്. ഈ കർണാടക സംഗീതമൊന്നും കലർപ്പില്ലാണ്ട് അവരുടെ ശുദ്ധമായിട്ടുള്ള സംഗീതമാണ്. ഈ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട മുടി കുടുംബമൊക്കെ കയറ്റി വെച്ച മാരന്മാരൊക്കെ പാടുന്നത് അവരുടെ ഒരു പ്രത്യേക ഭക്തിയോടുകൂടിയുള്ള ഇതാണ്. അതൊക്കെ കേട്ടാണ് എൻ്റെ വളർച്ചയുണ്ടായത്. അപ്പോൾ ഈ ഞങ്ങളുടെ പൂരത്തിൻ്റെ അന്ന് സ്പെഷ്യലായിട്ട് ആളുകൾ വരും. അപ്പോൾ അന്ന് അതിൽ ഒരു പാടുന്നൊരാളുണ്ട്. വൈക്കത്ത് ഉള്ളൊരു സ്ഥാപനത്തിലൊക്കെ പഠിച്ചവരെ, വൈക്കം കലാപീഠം, ക്ഷേത്ര കലാപീഠം എന്ന് പറയും. അപ്പോൾ ഗവൺമെൻറ് ജോലിക്കാരനാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഒരു പാട്ട് എഴുതി ഇങ്ങനെ തയ്യാറാക്കി. ഞങ്ങളുടെ പൂരത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ പൂരങ്ങൾക്കൊക്കെ വൈകുന്നേരം ദീപാരാധനയ്ക്ക് പഞ്ചവാദ്യം ഉണ്ടാവും. അതിന് അങ്ങനെ പഞ്ചവാദ്യം കുട്ടിയായത് ആ ഗോപുരത്തറയിൽ ഇത് കാറ്റുള്ള വന്നിരിക്കുന്നു. അങ്ങനെ ഹരി ഞാനൊരു പാട്ട് എഴുതി പാടാൻ പറ്റുള്ളൂ നോക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് നാഥനാമക്രിയ ഓരോ രാഗത്തിൽ സിറ്റ് ഇങ്ങനെ പാടാം, താളത്തിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ അത്താഴ പൂജയ്ക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ് അത്താഴ പൂജ ആ സമയത്ത് അമ്പലത്തിൻ്റെ അകത്ത് ആ ഷാരസ്യാന്മാരും 2-3 മാരാന്മാരും 2-3 ഈ സ്പെഷ്യലായിട്ടൊക്കെ വന്ന നമ്പൂതിരിമാരും മൊത്തമൊക്കെ ഉണ്ടായിരുന്നു. വേറെ ആരും ഉണ്ടായില്ല. ബാക്കി പുറത്തൊക്കെ സ്റ്റേജിൽ താഴ്മ്പഴി അതൊക്കെ നടക്കുമ്പോൾ ആളുകൾ അമ്പലത്തിൻ്റെ അകത്താരും ഉണ്ടാവില്ല. അപ്പോൾ അത്താഴ പൂജയ്ക്ക് നടത്തിയിട്ട് ആ പ്രസന്ന പൂജയുടെ സമയത്ത് ഈ പാട്ട് പാടി. അപ്പോൾ അവരൊക്കെ എന്നെ കേട്ടു 5. അപ്പോൾ അവരൊക്കെ പറഞ്ഞു നന്നായിട്ടൊന്ന് പറഞ്ഞു. അത് ഒരു തുടക്കമായിരുന്നു. ദേവിയുടെ വിളിച്ച് കാരുണ്യമൂർത്തി ദേവി എന്നുള്ളൊരു പാട്ടായിരുന്നു. വെടിയൂർ മലബാർ ഇവിടെ അടുത്തേ 2 കിലോമീറ്റർ അപ്പുറത്ത്. ഞങ്ങളായിട്ടുള്ള ഫാമിലി ഫ്രണ്ട്സാണ്, അടുത്ത കുടുംബമാണ്. അപ്പോൾ അവിടെ ഒരു ആദ്യത്തെ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുകയാണ്. ദുർഗയാം ഭഗവതി എന്ന് പറഞ്ഞൊരു വരിയുണ്ട്. ഇത് ദുർഗ എന്ന് പറഞ്ഞ രാഗത്തിലെ പാടുന്നതാണ് പറഞ്ഞത്. ദുർഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുദ്ധ സാവേരി ആണ് നമ്മുടെ കർണാടക സംഗീതത്തിലെ. അത് ദുർഗ എന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാനി ശൈലിയാണ് ദുർഗ. പിന്നെ അതിലെ പാടേന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് ഭംഗിയായിട്ടാണ് പാടി. എല്ലാവർക്കും വലിയ ഇഷ്ടമായി. മറ്റെല്ലാവരും ഒരു ചിലയിടുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ മനസ്സിന് ഭയങ്കര സന്തോഷമായി. അതൊരു 2 വരി പാടാൻ പറ്റോ? കാരുണ്യമൂർത്തി ദേവിയടനാടു വാഴുമമ്മേ, കാലിണ ഞങ്ങൾക്കെന്നും ആശ്രയം കാർത്യായനേ. കാരുണ്യമൂർത്തി ദേവി എടനാടു വാഴുമമ്മേ, കാലിണ ഞങ്ങൾക്കെന്നും ആശ്രയം കാർത്യായനീ. കാസറ്റ് ആക്കാൻ തോന്നി എല്ലാ പാട്ടുകളും കൂടിയിട്ട്. അപ്പോൾ കുറച്ച് പാട്ടും കൂടി എഴുതി ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഒരു 8-10 പാട്ട് ഉണ്ടാക്കി. അപ്പോഴാണ് ഈ അനിയൻ പറഞ്ഞ പ്രാസമൊക്കെ വേണ്ടെന്ന് പറയാം. ചിലതിനൊക്കെ പ്രാസമൊക്കെ വെച്ചിട്ട് ചെയ്ത് പ്രത്യേക രാഗങ്ങളിലൊക്കെ ഫിറ്റ് ചെയ്തിട്ട്. അദ്ദേഹം കഥകളിപ്പാട്ടുകാരനാണ്. കഥകളിയിൽ നല്ല ശബ്ദവും മാധുര്യമായിട്ടുള്ള ശബ്ദവും സംഗീതം എല്ലാം തികഞ്ഞുള്ള ഒരാളാണ്. അതുപോലത്തെ കഥകളിക്ക് ഒരാളുണ്ടാവില്ല എന്ന് പറയും. അദ്ദേഹം ഇതുപോലെ ആ കാലത്ത് വെച്ചാളാ. അപ്പൊ ഈ ബിജു മാഷ് ഈ ചെമ്പട്ടുടുത്ത് നല്ലോണം പാടി നല്ല ഫേമസ് ആയത് ചെമ്പട്ടുടുത്തിലാണ്. അതെ 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 അതെ. അദ്ദേഹത്തിന്
ഏലൂർ ബിജു ആദ്യം ഈ ചെണ്ട കൊട്ടി നടന്നിരുന്ന ആളാ ഈ ഉത്സവത്തിനൊക്കെ. തായമ്പ ഒഴിച്ചു, തായമ്പ ഒഴിക്കല്ലേ ചെണ്ടമേളത്തിൽ ഇങ്ങനെ കൊട്ടും. അദ്ദേഹം സദനം ദിവാകരന്മാരുടെ ശിഷ്യനൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഉത്സവത്തിനും ഈ അമ്പലത്തിന്റെ അകത്തെ ചടങ്ങുകൾക്കൊക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ഗിരീഷ്, എടനാട് ഗിരീഷ്മാരാരുണ്ട്. അയാള് ആ അമ്പലത്തിന്റെ ഈ കൊട്ടിന്റെ ചുമതലക്കാരൻ. അപ്പൊ അയാളുടെ ഒപ്പം ഈ ബിജു വരാറുണ്ട്. അങ്ങനെ ഒരു 2-3 കൊല്ലം അദ്ദേഹം വന്നിരുന്നു. അത് വേറെ ജോലിയൊന്നുമില്ല. ഈ അദ്ദേഹത്തിന്റെ ശബ്ദം നല്ല സുന്ദരല്ലേ. ഒരു പാട്ട് എഴുതുന്ന പാടാൻ പറ്റുമെന്ന് ചോദിച്ചു. നോക്കാം പറഞ്ഞു. ആദ്യം ഗണപതിയുടെ ഒരു പാട്ട് എഴുതു. എന്നിട്ടാണ് മംഗളമൂർത്തെ മോഹന ഗണപതി എന്ന് പറഞ്ഞ ശരി സാവേരി അത് ആണ് ആദ്യം എഴുതി കൊടുത്തത്. ഈ ഭദ്രകാളിയുടെ പൊതുവെ ഈ സോപാന സംഗീതത്തിൽ ഇല്ല. ആദ്യം ശരണം മൂടാകമ്പാടിയിൽ വാഴുന്ന പറഞ്ഞൊരു ഇത് അമ്പലപ്പുഴ വിജയകുമാർ പറഞ്ഞൊരു പാട്ടാണ് ഉള്ളത്. അപ്പോൾ ഭദ്രകാളിയുടെ പറഞ്ഞാൽ എഴുതാമെന്ന് ചോദിച്ചു അദ്ദേഹം. അപ്പോൾ ഭദ്രകാളിയുടെ പാട്ട് പറഞ്ഞപ്പോഴാണ് ചെമ്പട്ട് ഉള്ള പാട്ട് എഴുതി കൊടുത്തത്. എവിടെ പോയാലും ഏതൊക്കെ പാടിയാലും ഈ ചെമ്പട്ട് എന്നുള്ള പാട്ട് പാടാണ്ട് പോരരുത് കേട്ടോ എന്ന് പറഞ്ഞത്. തിരുവാതിരപ്പാട്ടൊക്കെ എപ്പോഴാണ് എഴുതാൻ തുടങ്ങിയത്? ആദ്യം എഴുതിയതേ എൻ്റെ വിവാഹത്തിനൊക്കെ മുമ്പ്, അതായത് ഒരു 80കളിലൊക്കെ ആയിട്ടാണ്. അപ്പൊ ഇങ്ങനെ വെൺമണിയുടെ ആ ഇതിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഞാൻ ഒരു കൈകൊട്ടിക്കളിയുടെ പാട്ട് എഴുതിയത്. കാടു കാട്ടി നടന്നതു മതി ഓമനെ നിന്നെ കൊടക്കായി അച്ഛൻ്റെ സാരക്കുട്ടിയായി നിന്നു മതിമറന്നോരു നാളുകൾ ഈ കുട്ടിയെ കൊണ്ടു തോറ്റുലോ ഞാനെന്നമ്മയോതാത്ത നാളില്ല പപ്രങ്കാച്ചാനുമറിയാൻ വയ്യാത്ത നീ എന്തു കാട്ടും അടുക്കളയില് കാച്ചെണ്ണ തേച്ച കാർകൂന്തലത്തിൽ മുല്ലമാലകൾ ചൂടേണം സാൽവാർ കമ്മീസു വേണ്ടി നീ മേലിൽ സെറ്റുമുണ്ടുടുത്തിടേണം. അങ്ങനെ ഒരു ഈ അമ്പിളി കീറുമാനത്തു കാട്ടിട്ടുണ്ണിക്കൂട്ടനെയൂട്ടേണം. ഈ നന്ദഗോവിന്ദ ഭജൻസ് ആയിട്ട് എങ്ങനെയാണ്? കപ്രശ്ശേരി കൃഷ്ണന്റെ അമ്പലത്തില് അവിടെ ഇവിടുന്ന് ഒരു 4 മണി കഴിഞ്ഞപ്പോൾ പോയി. പിന്നെ എൻ്റെ അടുത്തൊരു കൂട്ടുകാരുണ്ട്, അയാളുടെ വീട്ടിലേക്ക് കയറി ഒരു 5 മണിയായി പോയി അവിടെ എത്തി. അവിടെ കുറച്ച് ബാക്കിൽ ഒരു 100-150 മീറ്റർ അകലെ കുറെ കസേര എൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ പാട്ട് ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവർ പറയാൻ തുടങ്ങി, ഇനി ഞങ്ങൾ അടുത്ത് പാടാൻ പോണ പാട്ട് ഈ നാട്ടുകാരനെ എഴുതിയതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു, കേട്ടിട്ടും കൂടി ഇല്ലായിരുന്നു. അങ്ങനെ ഒരു പാട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് ഞങ്ങൾ പാടാറുണ്ട് എല്ലാത്തും. പാലേലി മോഹൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അടുത്തേക്കിനെ ചേച്ചിമാരൊക്കെ വിട്ടൊക്കെ പറഞ്ഞു. എൻ്റെ കയ്യൊക്കെ കാണിച്ചു. അപ്പോൾ അതിന് ചേട്ടാ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അറിയാണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലൊന്ന് പാടണമല്ലേ, ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു 3 സ്റ്റാൻസ് കഴിഞ്ഞവരുടെ ഉണ്ടല്ലോ അവരെ നിർത്തി, ചേട്ടാ ഒന്ന് സ്റ്റേജിലേക്ക് ഇറങ്ങാം നമുക്ക് എല്ലാവരും കാണാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വന്നിട്ട് ചെന്ന് ഗംഭീര കയ്യടിയാണ്, ഞാനൊന്നും കേൾക്കല്ല, ഗംഭീര കയ്യോടുകൂടി ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറണം. കമ്പറ്റിക്കാരൊക്കെ പിടിച്ച് കൈ പിടിച്ച് കയറ്റി സ്റ്റേജിലേക്ക്. എന്നിട്ട് അവിടെ കയറി അവര് കാലൊക്കെ തൊട്ട് വണങ്ങി തന്നെ ജനലക്ഷങ്ങളുടെ മുമ്പിലാണേ. അതായത് ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു, ജന്മസുഹൃതം നടന്നില്ല. ഇനി ഒരുപാട് അറിയപ്പെടട്ടെ. നല്ല നല്ല ഗാനങ്ങള്, അത് തിരുവാതിരക്കളി ആയാലും സോപാനായാലും എന്തായാലും. ഈ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ ഇത് പ്രശസ്തിയിലേക്ക് വന്ന സംഭവമുള്ള ആന. അപ്പൊ ആനയാണ് എല്ലായിടത്തും ഫ്ലെക്സും ഒക്കെ വെച്ച് ഉത്സവത്തിന് അവിടുത്തെ ദേവിദേവനേക്കാളും കൂടുതൽ ആനയും വാദ്യക്കാരുടെയും ഇതൊക്കെയാണ്, ഗാനമേളക്കാരുടെയും
ഇതിന്റെയൊക്കെയാണ്. ആ അത് ഭയങ്കര ഗംഭീരായിട്ടുണ്ട് ആ പാട്ടൊക്കെ. എങ്ങനെയാ അത് ഇത്ര കറക്റ്റ് ആയിട്ട് എഴുതാൻ കിട്ടിയ? എന്ത് രസമായിട്ട് എഴുതിയിരിക്കുന്നത് വെച്ച് ഞാൻ ഇവരോട് ചോദിച്ചു. ശരിക്ക് ആ ഒരു പാട്ട് കേൾക്കുമ്പോഴേ ആ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരണം നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും നമ്മുടെ കണ്ണിൽ കാണും അത്. അത്രയും ഗംഭീരായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെ, ആ തലയെടുപ്പിന്റെ കാര്യം ശരിക്കും ആ തുമ്പിക്കൈയൊക്കെ ഉയർത്തണതും ഒക്കെ നമുക്ക് അതിൽ കാണും ആ പാട്ടില്. അത്രയും ഗംഭീരമായിട്ട് എഴുതിയിരിക്കുന്നത്. എന്തായാലും ദേവിയുടെ അനുഗ്രഹം തന്നെ. അതിന്നൊരു 2 വരി. ചിക്കോട്ടുകാവിലമ്മ തിരുമകൻ രാമചന്ദ്രൻ തികഞ്ഞൊരു മറ്റൊരാന ഭൂമുഖത്തില്ല. തിളങ്ങുന്ന നിറമുള്ള കൂറ്റനാന വന്നിറിയാൽ തിരക്കേറും ജനക്കൂട്ടം അവിടെ കാണാം. തെക്കേ ഗോപുരവാതിലും തുറന്നങ്ങു വന്നിടുന്ന തട്ടകത്തിൻ്റെ തന്റെ തിടമ്പുമെറ്റി. തുമ്പ നിറം തോറ്റിടുന്ന വീണെടുത്ത കുമ്പുകളും തുമ്പി പൊക്കി ജനത്തിനെ അഭിവാദ്യവും. തായമ്പക ക്കാരെ പറ്റി അവരും ഇതുപോലെ തെളിഞ്ഞ കാലമാണല്ലോ. അപ്പൊ കുറെ തായമ്പകക്കാരുണ്ട്. അവരുടെയൊക്കെ പേര് വെച്ച് എഴുതാച്ച് മരിച്ചുപോയൊരു കുറെ പേരുണ്ട്. അവരെ ഉപേക്ഷിക്കണ്ട. മരിച്ചുപോയാലും ജീവിച്ചിരിക്കുന്ന എല്ലാരും കൂട്ടി കുറെ വരി എഴുതി. അത് പ്രാസമൊന്നുമില്ല കേട്ടോ, പ്രാസം പറ്റൂല കഴിക്കാൻ. കുറെ പല നാട്ടിലും പല പേരുകളുള്ളവരാണ് എഴുതി. ആരും അലച്ചൂടൊക്കെ ചെയ്തു. അതും തിരുവാതിര പാട്ടന്നെ കാണിപ്പയ്യൂര് കളിച്ചിട്ടുണ്ട്. അതെ അല്ലേ? അത് പലതും ചെയ്യുന്നത് റെക്കോർഡ് ചെയ്തിട്ട് അത് അവതരിപ്പിക്കുന്നുണ്ട്. അതെ അല്ലേ? ഈ തിരുവാതിരപ്പാട്ടും സോപാനും അല്ലാണ്ട് പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? പിന്നെ ഈ ലളിത ഗാനങ്ങള് എഴുതാറുണ്ട്. ഫാമിലി ഞങ്ങള് ഇപ്പോൾ ഞാനും വൈഫും മകനും മകന്റെ ഭാര്യയും ഒരു മോളുണ്ട്. പ്രസിദ്ധ എന്ന് പറയുന്ന കുട്ടിയാണ്. മകള് വേദാന്ത MA പഠിക്കുന്നു. 2 പേരും വിവാഹം കഴിഞ്ഞു. മകന് കുട്ടികള്. മകന്റെ വൈഫ് MBA പഠിക്കുകയാണ്. അവര് പാലയെന്നാണ് മകൻ വിവാഹം ചെയ്ത്. മകള് തൃശ്ശൂരിലുള്ള വെള്ളാനല്ലൂരാണ്. അവിടെ കേന്ദ്രീയ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. പുറനാട്ടുകാരയിൽ. വൈഫിന്റെ ഇല്ലം പുത്തൻകരയില് താന്നിയില് മതിയെത്തുവനെന്ന് പറഞ്ഞു. പാമ്പുംബേക്കാടിന്റെ ഒക്കെ ബന്ധുക്കൾ. ശരിക്ക് വർത്തമാനം പറയണ കേൾക്കുമ്പോഴേ അത് ആ പാട്ടിന്റെ എല്ലാം കേട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കാനാണ് തോന്നുന്നത്. നിർത്താൻ തോന്നണില്ല ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും ഒരു മാനസികമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ദൈവികത അതിൽ നമുക്ക് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും ഒരുപാട് നന്ദി, സ്നേഹം, കടപ്പാട്.